ഈ കപ്പൽ MSC എൽസ-3 അപകടം നടന്നിട്ടിപ്പോൾ കുറച്ചധികം നാളുകളായി. പക്ഷേ കപ്പലിനെതിരെ ക്രിമിനൽ കേസ് എടുക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. കപ്പലിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിക്കാനുള്ള നടപടികളിലേക്കും കടന്നിട്ടില്ല. അതിൽ പ്രതിപക്ഷമടക്കം ചോദ്യം ചെയ്യുന്നുണ്ട്. അപകടമുണ്ടാക്കിയ കപ്പൽ കമ്പനിക്കെതിരെ കേസ് കൊടുക്കില്ല എന്ന നിലപാടിൽ മാറ്റം വരുത്തണമെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് MP മീഡിയ വണ്ണിനോട് പറഞ്ഞത്. നഷ്ടപരിഹാരം മാത്രം മതിയെന്ന് പറയുമ്പോൾ കുറ്റക്കാരായ കപ്പൽ കമ്പനിയെ രക്ഷപ്പെടാൻ അനുവദിക്കുകയാണ്. കേസെടുക്കേണ്ട എന്ന തീരുമാനത്തിൽ ദുരൂഹതയുണ്ടെന്നും കൊടിക്കുന്നിൽ സുരേഷ് കുറ്റപ്പെടുത്തി. വന്യജീവികളുടെ സംഘർഷം നിയന്ത്രിക്കാനുള്ള പ്രധാന ചുമതല കേരളം തന്നെയാണ്. കേരളം ഇതിനകത്ത് കാണിക്കുന്നത് അനാസ്ഥയാണ് എന്നുള്ളൊരു കാര്യമാണ് ഭൂപേന്ദ്ര യാദവ് കേന്ദ്രമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. നിരവധി ഈ വിഷയങ്ങളിൽ ഇടപെടുകയും പാർലമെന്റിൽ നിരന്തരം ചോദ്യം ചോദിക്കുകയും ചെയ്യുന്ന കൊടിക്കുന്നിൽ സുരേഷ് നമ്മോടൊപ്പം ചേരുന്നു. അങ്ങിപ്പോൾ നിരന്തരം ഈ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ എല്ലാം കേരളമാണ് ഇതെല്ലാം ചെയ്യേണ്ടത് എന്നാണ് ഭൂപേന്ദ്ര യാദവ് പറഞ്ഞിരിക്കുന്നത്. അല്ല, കഴിഞ്ഞ കുറേ കാലമായി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പാർലമെന്റിൽ ഈ വിഷയങ്ങൾ വന്യജീവി ആക്രമണം വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ അതോടൊപ്പം തന്നെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയായ കാണുമ്പോൾ കേന്ദ്രമല്ല ഇതെല്ലാം ചെയ്യേണ്ടത്, ഇതെല്ലാം സംസ്ഥാനങ്ങൾക്കാണ് ഇതിന്റെ അധികാരം, സംസ്ഥാനങ്ങൾക്ക് ഇത് ചെയ്യാവുന്നേ ഉള്ളൂ, സംസ്ഥാനങ്ങളുടെ പരിധിയിൽ വരുന്നതാണ്, കേന്ദ്രത്തിന് ഈ കാര്യത്തിലൊന്നും ചെയ്യാനില്ല എന്നാണ് കേന്ദ്ര ഗവൺമെന്റും അതുപോലെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയും പറയുന്നത്. എന്നാൽ സംസ്ഥാന ഗവൺമെന്റ് പറയുന്നത് എന്താണ്? സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര വനം നിയമമാണ് ഇതിനെല്ലാം തടസ്സം. അപ്പോൾ കേന്ദ്ര വന നിയമം അത് ഭേദഗതി ചെയ്യണം. സംസ്ഥാനങ്ങൾക്ക് അധികാരം ഇപ്പോൾ ഇല്ല. വനം പരിസ്ഥിതി നിയമം അതിനെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് വനം പരിസ്ഥിതി നിയമം അത് ഭേദഗതി ചെയ്തുകൊണ്ട് സംസ്ഥാനത്തിന് അധികാരം തന്നാൽ മാത്രമേ വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്നതാണ്. വാസ്തവത്തിൽ ഈ രണ്ടു കൂട്ടരും, കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും, ജനങ്ങളുടെ ജീവൻ കൊണ്ട് പന്താടുകയാണ്. രണ്ടു കൂട്ടരും ഒരുമിച്ച് നിന്ന് ആലോചിച്ചിന് എന്താണ് ഇതിന് പരിഹാര മാർഗമെന്ന് കണ്ടെത്തുന്നില്ല. പരസ്പരം കുറ്റം പറഞ്ഞ് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ 2 കപ്പലപകടങ്ങൾ തുടർച്ചയായിട്ട് കേരള തീരത്ത് തന്നെ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഈ കമ്പനിക്കെതിരെ കേസ് കൊടുക്കണ്ട എന്നുള്ള തീരുമാനത്തിലാണ് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നത്. അല്ല, അത് തീർച്ചയായും സംസ്ഥാന ഗവൺമെന്റ് തീരുമാനം തിരുത്തേണ്ടതായിട്ടുണ്ട്. കപ്പൽ കമ്പനിക്കെതിരായിട്ട് കേസ് എടുക്കില്ല, അല്ലെങ്കിൽ നഷ്ടപരിഹാരം മാത്രം മതി, അല്ലെങ്കിൽ ഇതൊരു വലിയ ക്രൈമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം നിരുത്തരവാദപരമായി എന്തും ഉത്തരവാദിത്വമില്ലാതെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കപ്പൽ കമ്പനിക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കപ്പൽ കമ്പനിക്കെതിരായി നടപടി എടുക്കേണ്ടത് അല്ലെങ്കിൽ കേസെടുക്കേണ്ട എന്ന് മുഖ്യമന്ത്രിയും ഗവൺമെന്റും തീരുമാനിച്ചിരിക്കുന്നുള്ളത് ജനങ്ങളോട് പറയണം. അത്